വാഗ്ദാനമനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. പ്രഭാഷകൻ. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച കൈരളിയുടെ ഭൂപ്രകൃതിയിൽ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇവിടുത്തെ ജൈവവൈവിധ്യം. സകല സസ്യജന്തുജാലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഈ വൈവിധ്യം ഈ ലോകത്തിൽ തന്നെ വളരെ അപൂർവമാണ് എന്നതാണ് വാസ്തവം. കാസർഗോഡ് മുതൽ പാറശാല വരെ നീണ്ടുകിടക്കുന്ന കേരളഭൂമിയുടെ നന്മകൾ ആരംഭിക്കുന്നത് ഈ ജീവസുറ്റ ജൈവവൈവിധ്യത്തിൽ നിന്നുമാണ്. കാർഷിക കേരളത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഈ ജൈവവൈവിധ്യം അനന്തമായ സാധ്യതകൾ പകർന്നു നൽകുന്ന അക്ഷയഖനിയാണ്. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറെ ദൂഷ്യഫലങ്ങളെ അതിജീവിക്കുവാൻ കാർഷിക മേഖലയിലെ ജൈവവൈവിധ്യം സഹായിക്കുന്നു. അതുപോലെ തന്നെ പശ്ചിമഘട്ട മേഖലയിലെ തനത് കൃഷിരീതികളുടെ സംരക്ഷണവും ലഭ്യമായ എല്ലാ നെല്ലിനങ്ങളുടെയും മറ്റും വ്യാപനവും കേരളത്തിൻ്റെയും അയൽ സംസ്ഥാനങ്ങളുടെയും കാലാവസ്ഥാ സുരക്ഷിതത്വത്തിന് കാരണമാകും. ഈ നാടിൻ്റെ കാലാവസ്ഥാ സുരക്ഷിതത്വത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായിരുന്ന പൂർവകാല കൃഷിരീതികളെയും വിളകളെയും തിരിച്ചു കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ദി ഹെൽത്ത് ഓഫ് ദി ഹിൽ വിൽ ബി ദി വെൽത്ത് ഓഫ് ദി പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയ്ക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പ്ലെയിൻസ് കോഴിക്കോട് ജില്ലയ്ക്കും നമ്മുടെ സമീപ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ താഴ്വാരങ്ങൾക്കെല്ലാം വയനാട് ജില്ലയുടെ ആ ഹെൽത്ത് അവരെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ വയനാടിൻ്റെ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ക്ഷീണം വന്നാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സമീപ പ്രദേശങ്ങളെല്ലാം ബാധിക്കും. അപ്പോൾ വയനാടിലെ ബയോഡൈവേഴ്സിറ്റി വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ്. വയനാടിന് മാത്രമല്ല, വയനാട്ടിലെ കാലാവസ്ഥ മാറുന്നതിൻ്റെ ആ രീതി മാറുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അതോടൊപ്പം നമ്മൾ മറ്റ് ജില്ലകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കൃഷി ഇപ്പം പണ്ട് 18,000 ഹെക്ടർ സ്ഥലത്ത് 20,000 അടുത്ത് ഹെക്ടർ സ്ഥലത്ത് വയലുണ്ടായിരുന്നത് ഇന്ന് കുറഞ്ഞ് 11,000 ഹെക്ടറിലേക്ക് മാറി. നമ്മുടെ തനത് നെൽവിത്തനങ്ങൾ ജീരകശാല, ഗന്ധകശാല ഇന്ന് സത്യം പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞ് വളരെ ചുരുക്കം ഏരിയയിലേക്ക് മാറി. അപ്പോൾ നഷ്ടപ്പെട്ട വയലുകൾ പോയി. ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രായോഗികമല്ല. എങ്കിലും ഉള്ള വയലുകൾ ഒരു സെൻറ്റ് പോലും നെൽകൃഷി ചെയ്യാതെ തരിച്ചിടാതെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവണം. അതുപോലെ ഇനിയൊരു കാരണവശാലും ഈ വയലുകളിൽ വാഴകൃഷിയിലേക്ക് മാറുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇപ്പോൾ വയനാട് ജില്ലയിൽ വയലിൽ വാഴ നട്ടാൽ ഞങ്ങൾ ഒരു ആനുകൂല്യം ഞങ്ങൾ കൊടുക്കാറില്ല. ഞങ്ങൾ സബ്സിഡി കരവാഴ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ ലിമിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വയനാട് ജില്ലയിലെ വയലുകൾ ഇനി വാഴയ്ക്ക് വഴി മാറരുത്. അത് നെൽകൃഷി തന്നെ ചെയ്യണം. എത്ര സബ്സിഡി നമ്മൾ കൊടുത്താലും എത്ര പ്രോത്സാഹനം നമ്മൾ കൊടുത്താലും കുഴപ്പമില്ല. ഈ വയലേലകളായിട്ട് തന്നെ നിൽക്കണം. കാരണം നമുക്ക് ഏറ്റവും വലിയൊരു വെള്ളം റീറ്റെയിൻ സോഴ്സാണ്. ഇവിടെ ഈ കിട്ടുന്ന മഴ ഇത്രയും ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥലമാണ്. അത് ഒഴുകി കബനി വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ അത് പൊക്കോട്ടെ, പക്ഷേ പടിപടിയായിട്ട് വെള്ളം കുത്തൊഴുകി പോകാതെ പടിപടിയായിട്ട് നമ്മുടെ മണ്ണിലേക്ക് അരിച്ചിറങ്ങാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വയലുകൾക്ക്. വയലുകൾ ഇനി ഒരു സെൻറ്റ് പോലും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ അവസരം കൊടുക്കരുത്, അനുവദിക്കരുത്. ഈ പരമാവധി ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നെൽകൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം. ഉള്ള വയലുകളിൽ പരമാവധി വിളയെടുക്കണം. അതുപോലെ ഈ പാട്ടത്തിന് വാഴ കൊടുക്കുന്നത് പരമാവധി നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെ അവരാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടിയുള്ള പരിചരണ മുറകൾ അവരെ കൊണ്ട് അവലംബിക്കാൻ അനുവദിക്കരുത്. മണ്ണിനെ സ്നേഹിക്കാത്ത ആൾ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുക എന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ഉതകുന്ന മാതൃകാപരമായ കൃഷിരീതിയാണ് സംയുക്ത കൃഷി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളുള്ള കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭീഷണിക്ക് മുൻപിൽ പതറുന്ന ഈ കാലഘട്ടത്തിൽ പരിമിതമായ കൃഷിഭൂമിയിൽ നിന്ന് സമ്മിശ്ര കൃഷിയിലൂടെ ഉയർന്ന സാമ്പത്തിക നേട്ടവും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളും കെട്ടിപ്പടുക്കുന്ന ഏറെ കർഷകർ നമുക്കിടയിലുണ്ട്. കേവലം ഒരേക്കർ മാത്രം സ്ഥലത്തുനിന്നും പ്രതിമാസം 50,000-ലേറെ രൂപ വരുമാനം ലഭിക്കുന്ന സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ വയനാട്ടിലെ
പൊഴുതന സ്വദേശി എൽദോ ബേബി ഒരു ഉദാഹരണമാണ്. പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രകൃതിയെ സ്നേഹിച്ചു മുന്നേറുന്ന ഇദ്ദേഹം ഈ കാലഘട്ടത്തിലെ കർഷകർക്ക് ഒരു മാതൃകയാണ്. ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് എൻ്റെ. പശു, ആട്, കോഴി, മുയൽ, പിന്നെ ഇത്രയാണ് മൃഗ രീതിയിലുള്ളത്. പിന്നെ കാപ്പി, കുരുമുളക്, ഏലം, കവുങ്ങ്, അങ്ങനെ എല്ലാം കൂടി സംയോജിച്ച ഒരു കൃഷി രീതിയാണിതിൽ. ഇത് പിന്നെ ഓരോ സീസൺ അനുസരിച്ച് പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഒരു 1.25 ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഫാമുകളിൽ നിന്ന് എനിക്ക് 3-4 ലക്ഷം രൂപേൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. പാല് വിറ്റിട്ടും മൃഗങ്ങളെ വിറ്റിട്ടാണെങ്കിലും ആട് ഉണ്ട്, ആടിനെ വിറ്റിട്ടും അങ്ങനെ എല്ലാം കൂടി ഒരു 10-60,000 രൂപ ആ രീതിയിൽ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല എനിക്ക് വലിയൊരു കർഷകൻ എന്ന് പറയാനുള്ള ഒരു രീതിയല്ല ഞാൻ. എനിക്ക് 1 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ഈ 1 ഏക്കർ സ്ഥലത്താണ് ഞാൻ ഒരു കാശും ഇങ്ങോട്ട് എറിയാതെ ഇതിൽ നിന്ന് മുഴുവൻ ഞാൻ എടുത്ത് ജീവിക്കുകയാണ്. നല്ലൊരു ജീവിത ശൈലിയിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കടുത്ത പ്രകൃതി സ്നേഹിയും കൂടിയാണ്. ഒന്നിനെ നശിപ്പിച്ചിട്ട് ഈ പ്രകൃതിയിൽ ഈശ്വരൻ തന്നൊരു വീടായിട്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ കാണുന്നത്. ഈ പ്രകൃതിയെ അറിഞ്ഞ് ഒരു മണ്ണിനെ സ്നേഹിച്ച് കൃഷി ചെയ്യുമ്പോൾ എനിക്ക് 100 മേനിയിൽ അധികം വിളയുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ പോലും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല. 50,000 രൂപ ശമ്പളം കിട്ടിയിട്ട് മനുഷ്യനൊന്ന് ജീവിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു വലിയ ജീവിതത്തെപ്പറ്റി യഥാർത്ഥത്തിൽ ആർക്കും ജീവിക്കാനുള്ള ക്ലാസ് കിട്ടുന്നില്ല. എങ്ങനെ മനുഷ്യൻ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകളില്ല. ഇന്ന് നേരെ മറിച്ച് എനിക്കിവിടെ 100 കണക്കിന് ഹാപ്പി ജീവിതമാണ്. ഒരു ഏദൻ തോട്ടത്തിൽ ജീവിക്കുന്ന, ഒരു ഏദൻ കുടുംബത്തിൽ ജീവിക്കുന്ന, എപ്പോഴും ഹാപ്പി തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നും എനിക്ക് നിറഞ്ഞു നിൽക്കുന്നത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നതിനുള്ള ഒരു മഹത്തായ ഒരു സ്നേഹമാണ് എനിക്ക് ഈ പ്രകൃതിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാനസിക വിഷമം എന്താണെന്ന് പറയുന്നത്, എൻ്റെ മകൻ ഒരു കൃഷിക്കാരനായതിൻ്റെ പേരിൽ ഇപ്പോൾ അവന് 24 വയസ്സായി. ഒരു വിവാഹം വളരെ അതെനിക്ക് കേൾക്കുമ്പോൾ വിഷമം തോന്നിപ്പോവുകയാണ്. പലരും വന്നിട്ട് ഇതൊരു കൃഷിക്കാരൻ്റെ കുടുംബമാണ്, അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മകളെ കൃഷിക്കാരനെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയിലോട്ട് മനുഷ്യന്ന് അകപ്പതിച്ചു പോയി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ കാർഷിക മൂല്യം എന്ന് പറയുന്നത് ഒരു കർഷകൻ ഉണ്ടെങ്കിലേ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയിലോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ. ഈ കർഷകൻ്റെ മകനെ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളുടെ സംസ്കാരം എത്ര അകപ്പതിച്ചു എന്ന ഒരു കാഴ്ചപ്പാടും കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അത്രയും മാനസിക വിഷമം എനിക്കുണ്ട്. ഞങ്ങൾക്കെല്ലാ സുഖവും ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ നേടിയെടുക്കുന്നവരാണ്. ഞാൻ പുറത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അതേ തുല്യ ലെവലിലാണ് ഞാനും ജീവിച്ചു പോകുന്നത്. എന്നുവെച്ചാൽ ഒരു അധ്വാനമില്ല, സിമ്പിൾ കാര്യത്തിലാണ് പശു വളർത്തലൊക്കെ. പാകത്തിന് മാത്രം എല്ലാം ആരോഗ്യം നിലനിൽക്കാൻ മാത്രം ആഹാരങ്ങൾ കൊടുത്താണ് മൃഗങ്ങൾ വളർത്തുന്നതും. ഞങ്ങളും ആ ഒരു കണ്ടീഷനിലാണ്. ഞങ്ങളുടെ ചെടികളും പാകത്തിന് ആഹാരം കഴിച്ച് ജീവിക്കുന്നതാണ്. അങ്ങനെ ഈ 1 ഏക്കർ ഒരു പർദീസ പോലെ ഞാൻ ജീവിച്ചു കൊണ്ടു നടക്കുകയാണ്. എനിക്ക് എന്നും സന്തോഷമല്ലാതെ ദൈവകൃപയാൽ എനിക്ക് എന്നും സന്തോഷം. അതേ എനിക്ക് എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് നേടാൻ വേറെ ഒന്നും. എൻ്റെ ആരോഗ്യരംഗമാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് എൻ്റെ ആരോഗ്യം. 10 ഏക്കറെങ്കിലും സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ജീവിക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം. എന്തുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വന്നു? നമുക്ക് അർഹപ്പെടാത്ത കൃഷികളാണ്. വയനാടിൻ്റെ ആ മലനിരകളിൽ കൃഷി ചെയ്യേണ്ട കൃഷികളാണ് കുരുമുളകും കാപ്പിയും ഉയർന്ന മരങ്ങളും. ഇത് നശിപ്പിച്ചിട്ട് മനുഷ്യൻ മുഴുവൻ റബ്ബറും ബിൽഡിങ്ങുകളും കയറുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നശിക്കുക. അതുപോലെ നമ്മളുടെ ഈ ശാസ്ത്രജ്ഞന്മാർ വെറും മരത്തിനെയും ഇതിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ കണ്ടമാനം കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നുണ്ട്. ഇത് അന്തരീക്ഷത്തിൽ കണ്ടമാനം തങ്ങുന്നുണ്ട്. അതും നമുക്കൊരു കാരണമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു കാരണം തന്നെയാണ്. അതിനനുസരിച്ചുള്ള ഓക്സിജൻ പുറപ്പെടുവിക്കാനുള്ള മരങ്ങൾ നമുക്കിന്ന് ഇല്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രദേശത്ത് എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ മരങ്ങളെ പരമാവധി നശിപ്പിക്കുന്നില്ല. മരങ്ങളെ നശിപ്പിക്കാതെ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ. അപ്പം നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് നമുക്കിന്ന് പ്രകൃതി വരെ നമ്മളെ ദ്രോഹിക്കുന്നത്. നമ്മൾ കടുത്ത ദാരിദ്ര്യത്തിലോട്ട് പോകുന്ന കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ
ഒരു നല്ല മാർഗം കണ്ടെത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രകൃതിയിൽ ഒന്നിനെ നശിപ്പിക്കരുത്. അത് മരം പോയിട്ട്, ഒരു മരം എന്ന് പറയുന്നത് വലിയൊരു വരദാനമാണ്. അത് മനസ്സിലാക്കുന്നില്ല. ബിസിനസ്സായ മരങ്ങളൊക്കെ ബിസിനസ്സായത് വളരെ ദ്രോഹം അനുഭവിക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു തലമുറ കഴിച്ചില്ലായി, പക്ഷേ എൻ്റെ മക്കളുടെ മക്കൾക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം നമ്മൾ മുന്നോട്ട് നേരിടാൻ പോവാണ്. ഇത് നമ്മൾ ദൈവങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലമുറയ്ക്ക് ചെയ്യേണ്ട നന്മകൾ, നമ്മുടെ കാരണന്മാരിങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വരില്ല. കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി ഒരു സാധാരണ ശുപാർശ ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വിളകളുടെ വൈവിധ്യം നിലനിർത്തുക എന്നുള്ളത്. കാരണം ചോദിച്ചാൽ ഈ വിളകളിൽ പുല്ലുവർഗ്ഗത്തിൽ പെട്ടതുണ്ടാകാം, അതുപോലെ തന്നെ പയറുവർഗ്ഗത്തിൽ പെട്ടതുണ്ടാകാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകാംശങ്ങൾ വലിച്ചെടുക്കുന്ന ചെടികളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം മണ്ണിൽ ചീഞ്ഞഴുകുമ്പോൾ മണ്ണിൻ്റെ ഫലപുഷ്ടി തനതായി തന്നെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതുകൂടാതെ ഇതിൻ്റെ അകത്തുനിന്ന് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാകുന്നു, അതുപോലെ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വിള അല്ലെങ്കിൽ വാണിജ്യ വിള മാത്രമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സൗകര്യം മാത്രമാണ് നമ്മൾ നോക്കുക. നമ്മൾ പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മളറിയാമല്ലോ, ആദ്യ മനുഷ്യൻ, അതായത് ആദത്തിനെ പർദീസയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പർദീസ നിലനിർത്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ അത് നന്നാക്കി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ആദത്തിന് നമ്മൾ കൊടുത്ത ഡ്യൂട്ടി. അതേ ഡ്യൂട്ടി തന്നെയാണ് ഇന്നുള്ള കൃഷിക്കാരനും ഉള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പണ്ട് കാലത്ത് നമുക്കറിയാം, പണ്ട് നമ്മുടെ പൂർവികന്മാർ ചെയ്തുകൊണ്ടിരുന്ന കൃഷി, ആ വൈവിധ്യത്തിലേക്കാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ അന്ന് ചെയ്തിരുന്ന പല വിളകൾ ഇന്ന് കാണാനേ ഇല്ല. കഴിഞ്ഞ ഉദാഹരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ അടതാപ്പുങ്ക. അതിന് പല മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. പല ആളുകൾക്കും അറിഞ്ഞുകൂടെ ഈ അടതാപ്പുങ്ക കഴിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണെന്നും അതുപോലെ തന്നെ സന്ധിവേദനയ്ക്ക് നല്ലതാണെന്നും ഒന്നും പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൃഷികൾക്ക് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് കിട്ടും, ആവശ്യത്തിന് വരുമാനവും കിട്ടും, നമുക്ക് ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കപ്പ കൃഷി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ നിലക്കടല കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ ഈ നിലക്കടല കൃഷി ചെയ്യുമ്പോൾ കുറച്ച് നിലക്കടല എലി തിന്നുകൊണ്ട് പോകുന്ന കിഴങ്ങുകൾ തിന്നാതിരിക്കുന്നതാണ് പല കൃഷിക്കാരുടെ അനുഭവം. അതുപോലെ തന്നെ നമ്മുടെ നാടൻ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചക്ക, മാങ്ങ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിനകത്ത് ഉതകുക. നമ്മൾ പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട. പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുക, നമ്മുടെ പറമ്പിൽ തന്നെ അത് കിട്ടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യം നന്നാവും. നമ്മൾ ആശുപത്രിയിൽ അധികം പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ ഈ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളുടെ വൈവിധ്യം കൊണ്ട് വളരെ സമ്പുഷ്ടമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ വൈവിധ്യങ്ങൾ 12 ജൈവ വൈവിധ്യ പ്രദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് നമ്മുടെ ഈ കേരളവും അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നശിപ്പിക്കാൻ നോക്കേണ്ട ഒരു ചുമതലയും കൂടെ നമുക്കുണ്ട്. അപ്പം ഏത് രീതിയിലായിരുന്നാലും, ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും ആകാം, അതുപോലെ തന്നെ മരുന്ന് ചെടികളായാലും ആകാം, പഴവർഗ്ഗങ്ങളായാലും ആകാം, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എന്തും വളരും. ഇന്നിപ്പോൾ ആപ്പിൾ വരെ ആളുകൾ കൃഷി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും വൈവിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വൈവിധ്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളൊരു സാമ്പത്തികമായ മെച്ചങ്ങൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾ മാത്രം നോക്കാതെ ഈ പ്രകൃതിയുടെ സംരക്ഷണവും കൂടെ നമ്മുടെ നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗമാക്കി മാറ്റണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ കഴിയുമെങ്കിൽ പണ്ടുകാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നാടൻ ഇനങ്ങളുടെ ഒരു തിരിച്ചുവരവും കൂടെ ഇതിലൂടെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് മലയാളിയുടെ അടിസ്ഥാന ജീവിതശൈലിയാണ് കാർഷിക വൃത്തി. ബുദ്ധിപൂർവമായ സമീപനങ്ങളുടെയും തിരിച്ചറിവുകളുടെയും പിൻബലത്തിൽ കേരളത്തിലെ കാർഷിക മേഖല ഇന്നൊരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. സമൂഹം കൂടുതൽ വിലമതിക്കുന്ന മറ്റ് ജീവിതോപാധികൾ വിട്ട് മണ്ണിലേക്കിറങ്ങിയിട്ടുള്ള ഏറെ കർഷകർ ഇന്ന് കേരളത്തിലുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് വയനാട്ടിൽ തന്നെ കണിയാമ്പറ്റയിൽ താമസിക്കുന്ന ശോശാമ്മയുടേത്. സർക്കാർ ജോലി ലഭിച്ച ശോശാമ്മ അതുപേക്ഷിച്ചാണ് പരിമിതങ്ങളായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച്
കൃഷി ചെയ്യാനിറങ്ങുന്നത്. സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ലാഭം ഉണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ ആ കൃഷി കളഞ്ഞ് വേറൊരു കൃഷിയാണ് എല്ലാവരും ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് മഴയുണ്ടാവാൻ ചില സമയങ്ങളിൽ മഴ പെയ്യാറുണ്ട്, ചിലപ്പോൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൃഷിയെ നമ്മൾ മറികടന്ന് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാലയളവിലും ഞാൻ ഈ സമ്മിശ്ര കൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു വിളവിൽ നിന്നല്ലെങ്കിൽ വേറൊരു വിളവിലൊരു വരുമാന മാർഗ്ഗമുണ്ട്. അത് തന്നെയല്ല, ഞാൻ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. വാഴ, തെങ്ങ്, കവുങ്ങ്, എല്ലാ ചേമ്പ്, ചേന, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെ എല്ലാം, നെല്ല്, എല്ലാ കൃഷിയും ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു നഷ്ടമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തന്നെയല്ല, ഇന്ന് അധികവും പേരും കൃഷി ചെയ്യാൻ വിമുക്ത കാണിക്കുമ്പോൾ നമ്മൾ സമ്മിശ്ര കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആടിനെ വളർക്കുന്നുണ്ട്, പശുവിനെ വളർക്കുന്നുണ്ട്, അതുപോലെ താറാവ്, കോഴി, അങ്ങനെ എല്ലാ അതുപോലെ ഈ അലങ്കാര മത്സ്യം, ചെമ്പല്ലി, കട്ടില, രോഗം, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന മത്സ്യം അങ്ങനെയും വളർക്കുന്നുണ്ട്. 2 കുളം നിലവിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉള്ള സൗകര്യം വെച്ച് ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അധികവും ചെറുപ്പക്കാർ കൃഷിയിലേക്കൊക്കെ കടന്നു വരുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് പോലും നമുക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു മനസ്സ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷിയെ നമുക്ക് ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ്. കാരണം കൃഷി കൊണ്ട് ആർക്കും ഒരു നഷ്ടമൊന്നും വന്നിട്ടില്ല. അമിതമായ രാസവള പ്രയോഗവും അതിൽ നിന്ന് ലാഭം കിട്ടാണ്ട് വരുമ്പോൾ അവർക്കത് നിരാശയായി മാറുന്നതുകൊണ്ട് മാത്രമല്ലാതെ കൃഷി ഒരിക്കലും നഷ്ടമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് ഗവൺമെൻറ് ജോലിയും പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇതിൽ നിന്നും കിട്ടാത്ത ഒരു നല്ലൊരു സംതൃപ്തിയാണ് നമുക്ക് ഈ സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കോഴിയാണെങ്കിലും ആടാണെങ്കിലും പശുവാണെങ്കിലും ഇതെല്ലാം നമുക്ക് വരുമാനമാർഗ്ഗം നമുക്ക് തരുന്നുണ്ട്. കൃഷിയാണെങ്കിലും നമ്മൾ കൃഷി ചെയ്തിട്ട് ആ പിറ്റേ ദിവസം നമ്മൾ ആ പറമ്പിലൊന്ന് പോയി നോക്കുമ്പോൾ അതിൻ്റെ ഓരോ തലയെടുപ്പ് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വേറൊരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളുടെ ഒരു വ്യക്തിയുടെ ഒരു അടിമയായിട്ട് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അവർ ബോസ് പറയുന്നത് നമ്മൾ കേൾക്കണം, ഇല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഷമമാണ്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കതിൽ ലാഭമുണ്ട്. അത് തന്നെയല്ല, നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കൃഷിയിൽ ഇപ്പോൾ ഞാൻ ജീവാമൃതം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അതിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുമുണ്ട്, ഗുണമേന്മയുണ്ട്, തൂക്കമുണ്ട്, നല്ല ഫലം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ രാസകൃഷിക്ക് നമുക്ക് പോകേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. ഇപ്പോൾ ഒരു 5 പശുവിനെ അല്ലാതെ വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ കറക്കുന്നുണ്ട്, അതിനെ കൊടുക്കുന്നു, അതിനൊരു വരുമാനമുണ്ട്. നാടൻ പശുവിൻ്റെ ജീവാമൃതവും ഘനജീവാമൃതവും ഒക്കെ ഉണ്ടാക്കി നമ്മൾ പറമ്പിലേക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് ഒന്നിൻ്റെ വളം ഒന്നിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ കപ്പയിൽ ഞാൻ ആദ്യം പയർ നട്ടിരുന്നു, ചോളം നട്ടു, ഇതെല്ലാം വെട്ടിയെടുത്തു. ഇപ്പോൾ കപ്പ നിലവിലുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്. ഇതെല്ലാം നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. തന്നെയല്ല, നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നമുക്ക് വരുന്നവർക്കും കൊടുക്കാം, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നവർക്കും നല്ല ഭക്ഷണം കൊടുത്തുന്നുള്ളൊരു സംതൃപ്തി നമുക്ക് കിട്ടും. മണ്ണിനെ അറിഞ്ഞ് പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന കർഷകന് ദൈവം ഒട്ടേറെ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. അവൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം വിജയകരമായി ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള പ്രത്യേക അനുഗ്രഹം ആത്മാർത്ഥതയുള്ള ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. ആ തിരിച്ചറിവുകൾ ഈ ലോകത്തിനു മുൻപിൽ അമൂല്യങ്ങളായ പാഠപുസ്തകങ്ങളാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട് ഒന്നും നട്ടാൽ ഉണ്ടാവില്ല, വെള്ളമില്ല, വരൾച്ചയാണ്, എൻ്റെ കൃഷി നശിച്ചു പോയി, കുരുമുളക് നശിച്ചു പോയി. ഇപ്പോൾ പുൽപ്പള്ളി പ്രദേശമൊക്കെ നമുക്കറിയാം, കുരുമുളക് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്നും പത്രത്തിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. സത്യത്തിൽ എന്തോ സംഭവിച്ചതെന്ന് നമ്മൾ ആരും അത് ചിന്തിക്കുന്നില്ല. കാരണം ഈ വനത്തിലൊക്കെ നോക്കി നമുക്ക് അവിടെ എല്ലാ കൃഷിയുണ്ട്, എല്ലാ മരങ്ങളുണ്ട്, എല്ലാ ഫലങ്ങളും ഇപ്പോഴും അന്നും ഇന്നും ഉണ്ട്. നമുക്കെന്തോ സംഭവിച്ചേ, നമ്മൾ ഒരു കൃഷിക്ക് ലാഭം കാണുമ്പോൾ ബാക്കിയുള്ള കൃഷിയെല്ലാം വെട്ടിക്കളയും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ സമ്മിശ്ര കൃഷി നമുക്കിപ്പോൾ അത് അനിവാര്യമായൊരു സമയമാണിപ്പോൾ. കാരണം എല്ലാവരും അവനവൻ്റെ പറമ്പിൽ കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതുതന്നെയല്ല, തട്ടായിട്ട് പല തട്ടിലാണ് കൃഷി വേണ്ടത്. ഇപ്പോൾ കുരുമുളക് നടുന്നവർ കുരുമുളക് മാത്രം നട്ടുകൊണ്ട് കാപ്പി കളയുന്നു, മറ്റുള്ള മരങ്ങൾ, ചെറുമരങ്ങളെല്ലാം വെട്ടിക്കളയുന്നു. അതിൻ്റെ ഒരു നഷ്ടമാണ് ഈ വരൾച്ച ഉണ്ടാകുന്നു. അതുപോലെ മഴയില്ലാത്തതും വെള്ളമില്ലാത്തതും ഭൂമിക്കൊരു തണവ് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഈ സീറോ ബജറ്റിൽ പറയുന്നുണ്ട്, ക്ലേദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നിലനിർത്തണമെങ്കിൽ ക്ലേദം ഉണ്ടാവണം. ക്ലേദം ഉണ്ടാവണമെങ്കിൽ മണ്ണിൽ തണുപ്പ് നിലനിർത്തണം. തണുപ്പ് നിലനിർത്തണമെങ്കിൽ കരിയിലയും അതുപോലെ തന്നെ ചപ്പും ചവറും ജൈവാംശമൊക്കെ ഭൂമിയിൽ ഉണ്ടാവണം. ഇത് ഉണ്ടാവാത്ത അത്രയും കാലം നമ്മുടെ ഭൂമി വിണ്ട് കീറുകയും അതുപോലെ ഉള്ള ജലാംശം വെയിലാവുമ്പോൾ നീരാവിയായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്തായാലും വരൾച്ച ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം പല സൈസ് മരങ്ങളും പല സൈസ് തൈകളും ചെടികളും ഉണ്ടെങ്കിൽ മാത്രം, വള്ളി പടർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഭൂമി നശിച്ചു പോവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമ്മിശ്ര കൃഷി തന്നെയാണ് അനിവാര്യമായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വേണ്ടത്. കാലാവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ പുൽകൃഷി നട്ടിരിക്കുന്നു. ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് തുള്ളി വെള്ളമില്ലായിരുന്നു, വരൾച്ചയായിരുന്നു പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് ഞാൻ നനച്ചിട്ടാണ് ആ പുല്ല് ഉണ്ടായിക്കൊണ്ടിരുന്നതും
ഈ കാലിക്ക് അത് അരിഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് വെറുതെ മനുഷ്യർ എന്താ പറയുക, പണിയെടുക്കാൻ മടിച്ചിട്ടും അല്ലെങ്കിൽ മനുഷ്യന് അത് ചിന്തിക്കാത്തതുകൊണ്ട് പറയുന്നതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം നമ്മൾ മെനക്കെടാൻ നല്ലൊരു മനസ്സ് വേണം, നമുക്കത് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു മനസ്സും ഞാൻ ഇറങ്ങി തിരിച്ചാൽ അത് ചെയ്ത് നമുക്കതിന് നഷ്ടമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഒരു ലക്ഷ്യബോധമില്ലാത്ത കൃഷി രീതികളും പുതിയ എന്ത് യന്ത്രവൽക്കരണം കണ്ടാലും അതിലേക്ക് ചാടി വീഴും. അത് നമ്മുടെ ഭൂമിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കാതെ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നഷ്ടങ്ങളുണ്ടാകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും നല്ലത്. അത് തന്നെ എല്ലാ ഭൂമിയിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരില്ല, കാലാവസ്ഥ വ്യതിയാനം വരില്ല. പ്രകൃതിയോട് ചേർന്ന് സന്മനസ്സോടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കർഷകന് ദൈവം എക്കാലവും അനുഗ്രഹം ചൊരിയുന്നു. കൃഷിയുടെ നന്മ നഷ്ടപ്പെടുമ്പോൾ, കർഷകന്റെ കാഴ്ചപ്പാടിൽ മാലിന്യം കലരുമ്പോൾ പലപ്പോഴും അവന്റെ കണ്ണീർ ഭൂമിയിൽ വീഴുന്നു. ഏതു പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് കൂടി നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും മാർഗദർശകരായി, മാതൃകകളായി ജീവിക്കുന്ന യഥാർത്ഥ കർഷകർ നല്ലൊരു നാളേക്കായി കാർഷിക കേരളത്തെ മുന്നോട്ട് നയിക്കട്ടെ.